സയഖൂലു പിന്നീട് ചോദിക്കും അസുഫഹാഉ വിഡ്ഢികൾ അൽ ജുഹാലു വിവരദോഷികൾ വിവരമില്ലാത്ത ആളുകൾ മിനന്നാസ് ജനങ്ങളിൽ നിന്നും അൽ യഹൂദി വൽ മുശ്രിക്കീൻ അഥവാ ജൂതന്മാരിൽ നിന്നും പിന്നെ മുശ്രിക്കീങ്ങൾ ബഹുദൈവ ആരാധകരിൽ നിന്നുമുള്ള ആരാധകരാലുള്ള വിഡ്ഢികൾ. അപ്പൊ ഇവിടെ ഈ മിന്നുണ്ടല്ലോ, മിന്ന് ഇവിടെ നമ്മുടെ സാവിയിലൊക്കെ മിന്ന് ബയാനിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കയറി യോജിപ്പ് തോന്നുന്ന അങ്ങനെയല്ല, മനസ്സിലായിട്ട് യോജിപ്പ് തോന്നുന്നത് തബഈദിന് മുന്നായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇപ്പം ബഹുമാനപ്പെട്ട സാവി ഇമാമ് ജലാലൈനി ഇമാം കൊടുത്ത തഫ്സീറിന് ഒത്തു പോകുന്നോണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. കാരണം എന്താണ് ജലാലൈനി ഇമാം എന്താ പറഞ്ഞത്, മിനന്നാസി എന്നതിന് കൊടുത്തില്ല, അൽ യഹൂദി വൽ മുശ്രിക്കീൻ എന്ന് പറഞ്ഞു. അന്നാസ് എന്ന് വെച്ചാൽ നാസ് അല്ല, അന്നാസ് എന്ന് വെച്ചാൽ ഇവിടെ ജൂതന്മാരും മുശ്രിക്കീങ്ങളാണ് ഉദ്ദേശം. അപ്പൊ ജൂതന്മാരും മുശ്രിക്കീങ്ങളും എല്ലാവരും എന്താണ്, ജുഹാലാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്, ആ അന്നാസിന് എന്താർത്ഥം കൊടുക്കുക, ഈ ജൂതന്മാരെന്നും മുശ്രിക്കീങ്ങളെന്നും അർത്ഥം കൊടുക്കുകയാണ്. അവിടെ മിന്ന് ബയാനിയായ മിന്നാണ്. അല്ലാതെ വെറും അന്നാസ് എന്നുള്ളത് ജനങ്ങൾ തന്നെയാണ്. ജനങ്ങളിൽ നിന്നുള്ള സുഫഹാക്കൾ വിഡ്ഢികൾ ചോദിക്കും, പിന്നീട് ചോദിക്കും എന്നാണ് അർത്ഥം വരിക. അപ്പോൾ അതെന്തോ ആട്ടെ, പിന്നെ ജനങ്ങളിൽ നിന്നുള്ള വിഡ്ഢികൾ, പിന്നെ ജനങ്ങളെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ബഹായും മറ്റു മൃഗങ്ങളൊക്കെ ആണെങ്കിൽ എന്തായാലും അവർ വിഡ്ഢികളാണല്ലോ, അത് ഉറപ്പായിട്ട് അങ്ങനെ തന്നെ. എന്തായാലും വിഡ്ഢികൾ, ജനങ്ങളിൽ നിന്നുള്ള വിഡ്ഢികൾ പിന്നീട് ചോദിക്കും നബിയെ, മാ എന്തൊരു കാര്യമാണ് വല്ലാഹും അവരെ എന്താക്കിയത്, വല്ലാഹും അവരെ തെറ്റിച്ചത്, തിരിച്ചത്, വല്ലാഹും അവരെ തിരിച്ചത് എന്താണ്, അയ്യു ഷൈഇൻ എന്തൊരു സംഗതിയാണ്, സറഫൻ നബിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചുവിട്ടത്, വൽ മുഅ്മിനീന മുഅ്മിനീങ്ങളെ അൻ ഖിബ്ലതിഹിം അവരുടെ ഖിബ്ലയെ തൊട്ട്, അല്ലത്തി എങ്ങനെയുള്ള ഖിബ്ല, കാനൂ അവരായിരുന്നു നബിയും കൂടെയുള്ള മുഅ്മിനീങ്ങളും ആയിരുന്നു, അലൈഹ ആ ഒരു ഖിബ്ലയുടെ മേലെ ആയിരുന്നു. ആ ഖിബ്ലയെ തൊട്ട് എന്തൊരു സംഗതിയാണ് നബിയെയും മുഅ്മിനീങ്ങളെയും ഒക്കെ തിരിച്ചുവിട്ടത്. അലസ്തിഖ്ബാലിഹ ഏത് വിഷയത്തിലാണ് അതിന്റെ മേലെ അവരായിരുന്നത്, അതിനോട് മുന്നിടുന്ന വിഷയത്തിൽ, ഫിസ്സലാത്ത് നിസ്കാരത്തിന്റെ വേളയിൽ, വഹി അതേതാണ് ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു. ഇങ്ങനെ സംഗതി എന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മക്കയിൽ വെച്ച് വിശുദ്ധ ഹറം അഥവാ വിശുദ്ധ ഹറം എന്ന് വെച്ചാൽ കാബാലയാണ്, ഹറമല്ല ശരിക്കും കിബില, കാബാലയാണ്. അപ്പോൾ കാബാലയായിരുന്നു കിബില. അങ്ങനെ മദീനയിലെത്തിയപ്പോൾ ജൂതന്മാരെ ഇണക്കണമല്ലോ, അപ്പോൾ ജൂതന്മാരുടെ കിബില ഏതാണ്, ബൈത്തുൽ മുഖദ്ദസ് ആണ്. അപ്പം ഒന്ന് ജൂതന്മാർക്കൊക്കെ ഒരു തഅല്ലുഫ് ഉണ്ടാവട്ടെ, ഒരു ഇണക്കം ഉണ്ടാവട്ടെ എന്ന് ഉള്ള ആ ഒരു യുക്തിയാണ്, അതാണ് അവിടുത്തെ യുക്തി അതാണ്. അപ്പോൾ എന്നിട്ടെന്ത് ചെയ്തു, അള്ളാഹ് ഒരു നിർദ്ദേശം കൊടുത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇനി കിബിലയാക്കാൻ പറഞ്ഞു. അങ്ങനെ ബൈത്തുൽ മുഖദ്ദസ് കിബിലയാക്കി 16-17 മാസം കഴിഞ്ഞപ്പം ഈ ജൂതന്മാർക്കൊരു അഹങ്കാരമൊക്കെ, മുഹമ്മദ് നമ്മുടെ ദീനിനെതിരാണ്, പക്ഷെ നമ്മുടെ കിബിലയാണ് മുഹമ്മദിന്റെ കിബില, എന്താണെന്നുള്ള ഇതിലൊക്കെ അങ്ങനത്തെ ചില സ്വരങ്ങളൊക്കെ ജൂതന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഉയർന്നു വന്നു. അപ്പോൾ എന്തായാലും നബിതങ്ങൾക്ക് ഇഷ്ടം എന്താണ്, നബിതങ്ങൾക്ക് പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആ ഒരു എന്താണ് കാബാലയം, അതിനെ കിബിലയായിട്ട് കിട്ടാനാണ് നബിതങ്ങൾ ആഗ്രഹിച്ചത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ളുഹ്ർ നിസ്കരിക്കുന്ന വേളയിൽ 2 റക്അത്ത് കഴിഞ്ഞപ്പോഴേക്കും എന്തായി, ഓർഡർ കൊടുത്തു, ഇനി കിബിലയിലോട്ട് തെറ്റിയോ, കാബാലയത്തിലോട്ട് മാറി നിസ്കരിച്ചോളാൻ. അപ്പോൾ അതുവരെ നിസ്കാരം ഓക്കെ, ബാക്കിയുള്ള അങ്ങോട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെയാണ് കിബില മാറാൻ. ആ സ്ഥലത്താണ് മസ്ജിദുൽ ഖിബ്ലത്തൈനി എന്ന പള്ളി, നമുക്കിപ്പോഴും പോയേക്കാം. അപ്പോൾ അങ്ങനെ തിരിഞ്ഞു. അപ്പോൾ എന്താണ്, ഈ സംഗതിയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അവർ മദീനയിൽ വന്നിട്ട് അവർ ഇത്രയും കാലം 10, 16, 17 മാസം ഇവർ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നല്ലോ, അവരെ തൊട്ട് ഇങ്ങോട്ട് ആ കിബിലയെ തൊട്ട് അവരെ തെറ്റിച്ച സംഗതി എന്താണ് എന്ന് വിഡ്ഢികൾ ചോദിക്കും നബിയെ. അപ്പൊ ഇത് രണ്ടഭിപ്രായം പറയുന്നത്, ഇത് എന്താണ്, രണ്ടഭിപ്രായമാണ്. ഇത് കിബില മാറ്റത്തിന് മുമ്പ് ഇറങ്ങിയ ആയത്താണെന്നും അല്ല എന്നും അഭിപ്രായമുണ്ട്. അപ്പൊ എന്തോ ആവട്ടെ, അങ്ങനെയാകുമ്പോൾ പിന്നീട് ചോദിക്കുന്നു. കിബില മാറ്റത്തിന് മുമ്പാണെങ്കിൽ പിന്നീട് ഖുർആന്റെ ഒരു പ്രവചനമായിട്ട് പിന്നീട് ചോദിക്കും വിഡ്ഢികൾ എന്ന് വരും. ഇനി കിബില മാറ്റത്തിന് ശേഷമാണെങ്കിൽ എന്താണ്, ഇനിയും ഇങ്ങനത്തെ കിബില മാറിയിട്ടുണ്ട് ഓക്കെ, എങ്കിലും ഇങ്ങനത്തെ ഒരുപാട് ആളുകൾ വരും, എന്തിനാണ് അന്നും പ്രവാചകന്റെ കാലത്ത് ഇങ്ങനെ കിബില മാറ്റിയാൽ എന്താണ് യുക്തി എന്നൊക്കെ ചോദിച്ച് വിഡ്ഢികൾ ഇനിയും വന്നുകൊണ്ടിരിക്കും. അങ്ങനെ 2 അഭിപ്രായങ്ങളുണ്ട്, എന്താവട്ടെ. അപ്പോൾ വൽ ഇത്തിയാനു ബിസീൻ, ഇവിടെ സീനിനെ കൊണ്ടുവന്നല്ലോ. എങ്ങനെയുള്ള സീൻ, അദ്ദാലത്തി അറിയിക്കുന്ന, അല്ലെങ്കിൽ ഇസ്തിഖ്ബാലിനെ മേൽ അറിയിക്കുന്ന, മിനൽ ഇഖ്ബാരി ബിൽ ഗൈബി ഗൈബിനെ കൊണ്ടുള്ള അറിയിക്കലിൽ നിന്നുള്ള ഇസ്തിഖ്ബാലിന്റെ മേൽ, ഗൈബിനെ കൊണ്ട് അറിയിക്കുന്നതിൽ നിന്നുള്ള ഇസ്തിഖ്ബാലിന്റെ മേൽ അറിയിക്കുന്ന സീനാണ് ഇത്. അഥവാ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുന്നോടിയായിട്ട്, അപ്പം ബഹുമാനപ്പെട്ട ജലാലൈനി ഇമാമിന്റെ അഭിപ്രായ പ്രകാരം കിബില മാറ്റത്തിന് മുമ്പ് വന്നതാണ്. അങ്ങനെയാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അതിന് മുമ്പ് ഇറങ്ങിയ ആയത്താണ്.
അപ്പോൾ നബിതങ്ങൾക്കൊരു മോജിസ് എന്ന രീതിയിൽ ഖുർആന്റെ ഒരു ദൃഷ്ടാന്തം എന്നുള്ള രീതിയിൽ അപ്പം വൈബിയായ ഒരു സംഗതിയെ കൊണ്ട് അറിയിക്കുന്നുണ്ട്. ആ അറിയിക്കലിനുള്ള ഒരു ഇസ്തിഖ്ബാലിന് മേലുള്ള ഒരു അറിയിക്കലാണ് ഈ സീനിനെ കൊണ്ടുവന്നത്. അതാണ്. ഇനി കുൽ നബിയെ അങ്ങ് പറയുക, ലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്, കിഴക്കും പടിഞ്ഞാറും അല്ലാഹുവിനുള്ളതാണ്. അതായത് അൽ ജിഹാദ് കുല്ലുഹാ, എല്ലാ ദിക്കുകളും എങ്ങോട്ടുള്ള ദിക്കാണ് അതെല്ലാം അള്ളാഹുള്ളതാണ്. അപ്പൊ അള്ളാഹ് കൽപ്പിക്കും ബി തവജ്ജുഹി, തിരിയൽ കൊണ്ട്, ഇലാ അയ്യി ജിഹത്തിൻ ഷാ, അള്ളാഹ് ഏത് ജിഹത്താണ് ഉദ്ദേശിച്ചത് ആ ജിഹത്തിലേക്ക് തിരിയാനായിരിക്കും അള്ളാഹ് കൽപ്പിക്കുക. ലാത്തിറാള അലഹാദ, ഇതിന്റെ മേലെ അല്ല, ലാത്തിറാള അലിഹി, അള്ളാഹുവിന്റെ മേലെ യാതൊരു ക്രോസിംഗ് നടത്താൻ പറ്റൂല എന്ന് അള്ളാഹ് എന്ത് പറയുന്നത് അതങ്ങോട്ട് കേൾക്കുക. അത് തന്നെ, വേറെ ഒന്നുമില്ല. ഹിദായത്തഹു, അള്ളാഹ് ഹിദായത്ത് ഉദ്ദേശിച്ച ആർക്കാണോ അവരെ അള്ളാഹ് സന്മാർഗത്തിലാക്കും. അള്ളാഹ് അവരെ നയിക്കും. എവിടേക്ക്? ഇലാ സിറാത്തിൻ തരീഖിൻ മുസ്തഖീം, നേരായ വഴിയിലേക്ക് നയിക്കും. ദീനിൽ ഇസ്ലാം അഥവാ ദീനിൽ ഇസ്ലാമിലേക്ക്. അതായത് വമിൻഹും, അവരിൽപ്പെട്ടവരാണ്. അതായത് അള്ളാഹ് നേരായ വഴിയിൽ പ്രവേശിപ്പിക്കുന്നു പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞില്ല ചില ആളുകളെ, അക്കൂട്ടത്തിൽപ്പെട്ടവരാണ് എന്തും നിങ്ങൾ. ദല്ല അലാ ഹാദാ, ഈ ഒരു സംഗതിയുടെ മേൽ അറിയിക്കുന്നതാണ് ശേഷമുള്ള ആയത്ത്. ഏതായത്ത്? വകദാലിക ജഅൽനാഹു എന്ന ആയത്ത്. വകദാലിക, അപ്രകാരം, കമാ ഹദൈനാക്കും ഇലൈഹി, നിങ്ങളെ അതിലേക്ക് നാം മാർഗദർശനം ചെയ്തതുപോലെ, അതായത് ഈ സിറാത്തുൽ മുസ്തഖീമിലേക്ക് മാർഗദർശനം ചെയ്തതുപോലെ, ജഅൽനാക്കും, നിങ്ങളെ നാം ആക്കി, യാ ഉമ്മത മുഹമ്മദ്, ഓ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമൂഹമേ, ഉമ്മത്തം വസത്ത, ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു. അപ്രകാരം നിങ്ങളെ നാം ഒരു മധ്യമ സമൂഹമാക്കിയിട്ടുണ്ട്. അതായത് എന്താണ്? ഖിയാറൻ ഉദൂലൻ, നല്ല ഹൈറിന്റെ ആളുകളായിട്ടുള്ള. ഉദൂലൻ എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ മതങ്ങളും അസത്യമതങ്ങളെ തൊട്ട് സത്യമതത്തിലേക്ക് തെറ്റുന്ന അതായത് പിന്നെന്താണ് ഉദൂൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നീതിയുടെ വക്താക്കളായിട്ടുള്ള ഒരു സമൂഹമാക്കി, എല്ലാത്തിൻ്റെയും ഹൈറിന്റെ വക്താക്കളും അദിലിന്റെ വക്താക്കളും ആയിട്ടുള്ള ഒരു മധ്യമ സമൂഹമാക്കി നിങ്ങളെ. ലിതകൂനു, എന്തിനു വേണ്ടിയാണ് അങ്ങനെ മധ്യമ സമൂഹമാക്കിയത്? ലിതകൂനു, നിങ്ങളാകാൻ വേണ്ടി, ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് മേലെ സാക്ഷി നിൽക്കാൻ വേണ്ടി, യൗമൽ ഖിയാമത്ത് നാളിൽ, അഥവാ ജനങ്ങൾക്കെതിരെ സാക്ഷി നിൽക്കാൻ വേണ്ടി എന്നാണ്. ആയത്തിന്റെ തഫ്സീറൊക്കെ നോക്കാൻ മനസ്സിലാകും. അത് പറയാം. എന്താ സാക്ഷിക്കുന്നത്? അന്ന റുസുലഹും, നിശ്ചയം ആ ജനങ്ങളിലേക്ക് നിയോഗിതരായ മുർസലീങ്ങൾ, ബലഗത്തുഹും, അവർക്ക് ദഅവത്ത് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ദീനിന്റെ ദഅവത്ത് ആ മുർസലീങ്ങൾ ആരിലേക്കാണ് അയക്കപ്പെട്ട ആ മതത്തിലെ ആ ജനങ്ങളിലേക്ക് അവർ ദഅവത്ത് എത്തിച്ചിട്ടുണ്ട് എന്ന സംഗതിക്ക് ആ ജനങ്ങൾക്ക് മേലെ നിങ്ങൾ അവർക്കെതിരെ നിങ്ങൾ സാക്ഷികളാൻ വേണ്ടി. വയക്കൂന റസൂൽ അലൈക്കും ഷഹീദ, ഇവിടെ വയക്കൂന റസൂൽ അലൈക്കും ഷഹീദ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മേൽ റസൂൽ സാക്ഷിയാവാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് റസൂലും സാക്ഷിയാവാൻ വേണ്ടി. അന്നഹൂ ബലവക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബലവക്കും, നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന് വിശുദ്ധ ദീനിന്റെ ദഅവത്ത് എത്തിച്ചു തന്നു. ആ സംഗതി മറ്റു നബിമാരുടെ സമൂഹങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് എന്താ വിശ്വസിക്കായിരുന്നത്? നിങ്ങൾക്ക് മുർസലീങ്ങൾ വന്നില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇല്ലല്ലോ ഞങ്ങൾക്ക് മുർസലീങ്ങൾ വന്നില്ല എന്ന് കളവ് പറയാം. അപ്പോഴേക്കും മുഹമ്മദ് ഈ ഉമ്മത്തിനോടെ ചോദിക്കാം, ഇവർക്ക് പറയുന്നത് സത്യമാണ്, അല്ലേ കളവാണ്, ഇവരിലേക്ക് നിയോഗിച്ച മുർസലീങ്ങളൊക്കെ ഇവരിലേക്ക് എത്തി ദഅവത്തൊക്കെ നടത്തിയെന്ന് പറയും. അപ്പോൾ മറ്റു നബിമാരുടെ സമൂഹങ്ങൾ പറയും, ഇവര് മുഹമ്മദ് ഈ ഉമ്മത്താണ്, ഇവർ പിന്നെ വന്നവരാണ്, ഇവർക്ക് ഞങ്ങളുടെ കാര്യമൊന്നും അറിയില്ല എന്ന് പറയും. അപ്പം ഇവർക്ക് ഞങ്ങളുടെ കാര്യങ്ങളൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് വീണ്ടും ബാധിക്കും. അത് അറിയും. കാരണം ഞങ്ങളുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. കഴിഞ്ഞ കാല സമൂഹങ്ങളുടെ കഥകൾ വിശുദ്ധ ഖുർആനിലൂടെ ഹദീസിലൂടെയൊക്കെ നമുക്ക് മനസ്സിലായതല്ലേ. അതുകൊണ്ട് അങ്ങനെ സംഗതി എന്ന് പറയാം. അപ്പോൾ റസൂലിനോട് ചോദിക്കും, അപ്പോൾ റസൂൽ നമുക്ക് അനുകൂലമായിട്ട് സാക്ഷ്യം വഹിക്കും. അപ്പം സംഗതി എല്ലാം പൊളിയും. അവരുടെ മറ്റു മുസ്ലിങ്ങളുടെ ഞങ്ങൾക്ക് ദഅവത്ത് എത്തിച്ച് തന്നില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞില്ലേ, ആ സമൂഹങ്ങളെയൊക്കെ പിന്നെ പിടികൂടും. അങ്ങനെയാണ് ഈ സാക്ഷി നടത്തുന്നത്. അപ്പോ ഹോമാ ജഅൽനാ, നാമാക്കിയിട്ടില്ല, സയ്യർനാ, നാമാക്കിയിട്ടില്ല, അൽ ഖിബലത, ഖിബലയെ, ലക്കൽ ആൻ, ഇപ്പോൾ അങ്ങേക്ക് നാമാക്കിയിട്ടില്ല, അൽ ജിഹത്താക്കിയിട്ടില്ല, ദിശയാക്കിയിട്ടില്ല. അല്ലത്തി, എങ്ങനെയുള്ള ദിശ? കുന്ത അലിഹ, അങ്ങായിരുന്നു ആ ദിശയുടെ മേൽ, അവലൻ, ആദ്യം അങ്ങ് ഏതൊരു ദിശയുടെ മേലായിരുന്നു, ഏതൊരു ജിഹത്തിന്മേലായിരുന്നോ ആ ജിഹത്തിനെ നാം ഇപ്പോൾ കിബില ആക്കിയിട്ടില്ല. വഹിയൽ കാബ, അതേതാണ്? കാബയാണ്.
കാന സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു യുസല്ലി നിസ്കരിക്കുമായിരുന്നു ഇലൈഹ ആ കിബിലയിലേക്കായിട്ട് ഫലമ്മ ഹാജറ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോയപ്പോൾ മക്ക വിട്ട് മദീനയിലേക്ക് പലായനം നടത്തിയപ്പോൾ ഉമർ നബി തങ്ങൾ കൽപ്പിക്കപ്പെട്ടു ബിസ്തിഖ്ബാലി ബൈത്തുൽ മുഖദ്ദസ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിടൽ കൊണ്ട് തഅല്ലുഫൽ ലിൽ യഹൂദി ജൂതന്മാർക്ക് ഒരു തഅല്ലുഫ് ഉണ്ടാകാൻ വേണ്ടി ജൂതന്മാരെ ഒന്ന് ഇണക്കാൻ വേണ്ടി. അങ്ങനെ ഫസല്ല ഇലൈഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചു. സിത്തത ഔ സബഅത അശറ ഷഹറ 16 അല്ലെങ്കിൽ 17 മാസം. സുമ്മഹുവില പിന്നീട് തിരിക്കപ്പെട്ടു. അപ്പൊ പിന്നീട് എന്തായി തിരിക്കപ്പെട്ടു. അപ്പോ അങ്ങനെ കിബില പിന്നെ മാറ്റി. എന്തിനു വേണ്ടിയാണ് എന്തിനു വേണ്ടിയാണ് ഇല്ലാലിന അലമ നാം അറിയുവാൻ വേണ്ടി അല്ലാതെ മാറ്റിയിട്ടില്ല. അപ്പൊ സംഭവം മാറ്റി അവിടെ ഇല്ലാലിന അലമ നാം മനസ്സിലാക്കാൻ വേണ്ടി അല്ലാതെ മാറ്റിയിട്ടില്ല എന്നാണ്. അപ്പൊ മാറ്റി എന്തിനു വേണ്ടിയാണെന്ന് മാറ്റി എന്തിനു വേണ്ടി മാത്രമാണ് ലിന അലമ. അപ്പൊ ഹസറ കിട്ടുമല്ലോ. അപ്പം നാം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇൽമ ലുഹൂറിന്റെ ഇൽമ വാഹിരിയായ ഇൽമ ബാത്തിനായ ഇൽമ അള്ളാഹ് ഉണ്ട്. അള്ളാഹുടെ ഇൽമ എന്താണ് സാബിക്കായ ഇൽമാണ് മുമ്പ് കടന്ന ഇൽമാണ്. അല്ലാതെ അള്ളാഹ് അറിഞ്ഞു എന്ന് ജനങ്ങൾ മനസ്സിലാകണ്ടേ ആ ഒരു രീതിയിലുള്ള അള്ളാഹ് അറിഞ്ഞു എന്ന് ജനങ്ങൾ ലാഹിറായിട്ട് കാണാൻ വേണ്ടി. അപ്പം അതിനു വേണ്ടി മാത്രമാണ് ആരറിയാം അള്ളാഹ് റസൂൽ റസൂൽ ആ ഒരുത്തർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റും. അങ്ങനെ ഫയസദ്ദിഖുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കും വാസ്തവമാക്കുന്ന ഒരു സമൂഹത്തെ അറിയാൻ വേണ്ടിയും മിമ്മൻ യൻകലിബു അലാ അഖിബ ആരിൽ നിന്നും മിമ്മൻ ഒരു കൂട്ടരിൽ നിന്നും യൻകലിബു അവർ മറിഞ്ഞു അലാ അഖിബൈ അവരുടെ രണ്ട് അഖിബിന്റെ മേലെ രണ്ട് എന്താണ് നമ്മുടെ കാലിന്റെ അഖിബില്ലേ മടമ്പ് അവരുടെ രണ്ട് മടമ്പുകളുടെ മേൽ മടങ്ങിയ ആൾക്കാരുണ്ട്. അവരിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുന്ന നബി തങ്ങളെ വാസ്തവമാക്കുന്ന ആരെന്ന് നാം അറിയാൻ വേണ്ടിയാണ്. അതായത് യർജുഇൽ കുഫ്രി ശക്കൻ സംശയം കാരണത്താൽ കുഫറിലേക്ക് മടങ്ങുന്ന ഒരുത്തരുണ്ട്. ഫിദ്ദീനി ദീനിലുള്ള സംശയം ഈ മുഹമ്മദ് കൊണ്ടുവരുന്നത് ശരിയാണോ അതോ സത്യമാണോ എന്നൊന്നും അറിയില്ല. വദന്നം വിചാരിച്ചിട്ടും അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫീഹിയറത്തിൻ എന്തിനാണ് ഒരു പരിഭ്രാന്തിയിലാണ് മീൻ അമ്രിഹിയും എന്താണ് ഈ ഒരു വിഷയത്തിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ തന്നെ ആ പരിഭ്രാന്തിയിലാണ് മുഹമ്മദ് നബി എന്ന് വിചാരിക്കുന്ന കാരണത്താൽ അങ്ങനെയുള്ള തന്നെ വെച്ച് പുലർത്തുന്ന കാരണത്താൽ ദീനിന്റെ വിഷയത്തിൽ ശക്കുള്ള കാരണത്താലും കുഫറിലേക്ക് മടങ്ങുന്ന ആളുകളുണ്ട് ചില ആളുകൾ. അപ്പോൾ ഈ ആളുകളിൽ നിന്നും ശരിയായ മുഅ്മിനീങ്ങളാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ലുഹൂറിന്റെ ഇൽമ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നമ്മൾ പള്ളി വെച്ച് നിസ്കരിച്ചില്ല അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ്. അതായത് നിബിധങ്ങൾ അംഗീകരിക്കുന്നവരൊക്കെ ഉടനെ നിബിധങ്ങൾ തിരിഞ്ഞതും അവരും തിരിഞ്ഞു. പക്ഷെ മുനാഫിഖീങ്ങൾ അതായത് കടവിശ്വാസികളുണ്ടായിരുന്നു ശരിയായ ഈമാൻ ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരങ്ങനെ പിടിപെടാൻ കഴിയില്ലേ. അത് സംഗതി വലിയൊരു ചരിത്രമാണ്. വക്കത്തിറക്കത്തലിദാലിക്ക ജമാഅത്തുൻ ഇത് കാരണത്താൽ ഈ കിബില മാറ്റം കാരണത്താൽ ഒരു ജമാഅത്ത് ഒരു സംഘം മുർത്തദ്ദായി മതഭ്രഷ്ടരായി. ശരിക്കും മുർത്തദ്ദായെന്ന് പറയാം. അതായത് അവർ ശരിക്കും ഓൾറെഡി മുഅ്മിനല്ല. ഓൾറെഡി മുഅ്മിനായവരങ്ങനെ പോവോ ഇല്ല. അപ്പോൾ അവർ ശരിക്കും ഇസ്ലാം മതം ആയിട്ടില്ലായിരുന്നു. പിന്നെ അങ്ങനെ നമ്മുടെ പുറമനുസരിച്ച് വാഹിറനുസരിച്ച് അവർ മുർത്തദ്ദായി. അപ്പം മുർത്തദ്ദായിട്ടാണുള്ള വിധി വരിക. വൈൻ മുഹഫഫത്ത് ഇവിടുത്തെ ഇന്ന് മുഹഫഫത്താണ്. മിന സക്കീലായ ഇന്നിൽ നിന്നും തഖ്ഫീഫ് ചെയ്തിട്ട് ഇൻ എന്നായിരുന്നു. അപ്പോൾ വസ്മുഹ അതിന് ഇസ്മ ഉണ്ടാവുമല്ലോ അത് മഹദൂഫ് കളയപ്പെട്ടതാണ്. അതായത് വഇന്നഹ എന്ന് വെക്കണം. വഇന്നഹ നിശ്ചയം ആ തിരിയൽ വൈനഹാന്ന് വെച്ചാൽ നിശ്ചയം ആ തിരിയൽ കാനത്തതായിരുന്നു. ഐ തവല്ലയിത്തു അല്ല തൗലിയത്തു ഇലൈഹ ആ കിബില കഅബയിലേക്കുള്ള കിബില മാറ്റം ഉണ്ടല്ലോ. ഇങ്ങോട്ട് തിരിക്കൽ കിബിലയിലോട്ടുള്ള തിരിക്കൽ കഅബയിലോട്ടുള്ള തിരിയൽ അത് ആയിരുന്നു തീർച്ചയായും ആയിരുന്നു. ലക്കബീറത്തൻ വലുത് തന്നെയായിരുന്നു. വലുതെന്ന് വെച്ചാൽ ഷാക്കത്തൻ പ്രയാസകരമായിരുന്നു. അലന്നാസ് ജനങ്ങളുടെ മേൽ വല്ലാത്ത പ്രയാസമല്ലായിരുന്നു. ഇത്രയും 10, 16, 17 മാസം ഇവിടെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞിട്ട് ഇങ്ങോട്ട് മാറുന്നത് വല്ലാത്ത പ്രയാസകരമായിരുന്നു. ആർക്ക് ഇല്ല അലല്ലദീന ഒരു കൂട്ടർക്കൊഴികെ ഒരു കൂട്ടരുടെ മേലൊഴികെ ഹദല്ലാഹു മിൻഹും അവരിൽ നിന്നും അള്ളാഹ് ഹിദായത്ത് ആർക്കാണ് നൽകിയ അവർക്കൊഴികെ ബാക്കി എല്ലാവർക്കും എന്താണ് പ്രയാസകരമായിരുന്നു. കാരണം അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അംഗീകരിക്കുന്നവരാണോ അല്ല. അവർ ചിലപ്പോൾ കള്ള ജൂതന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും ബൈത്തുൽ മുഖദ്ദസല്ലേ ഇഷ്ടം. അപ്പോൾ അവർക്ക് പ്രയാസകരമായിരുന്നു എന്ന്. അപ്പോൾ അവർക്ക് അവർക്കൊഴികെ എന്താണ് പിന്നെ ആർക്കാണ് പ്രയാസം ഇല്ലാത്തത്? അള്ളാഹു ഹിദായത്ത് നൽകിയ ആളുകൾക്ക് ഒരു പ്രയാസമില്ല. അത് നബി പറഞ്ഞാലും അള്ളാഹ് പറഞ്ഞാലും എല്ലാം കേൾക്കുന്ന ആളുകൾ. ഒമാ ഖാൻ അള്ളാഹു അള്ളാഹായിട്ടില്ല എന്തിന് പാഴാക്കുവാനായിട്ടില്ല ഈമാനക്കും നിങ്ങളുടെ ഈമാനിനെ അതായത് സ്വലാത്തക്കും നിങ്ങളുടെ നിസ്കാരത്തെ ഇല്ല ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിങ്ങൾ ഇത്രയും കാലം നിസ്കരിച്ച നിസ്കാരം ഉണ്ടല്ലോ
അതിനെ പാഴാക്കാൻ ആയിട്ടില്ലെന്ന് വെച്ചാൽ അള്ളാഹ് അതിനെ പാഴാക്കൂല, അതിന്റെ പ്രതിഫലമൊക്കെ അള്ളാഹ് തരുമെന്ന്. പിന്നെ എന്തിനാണ് ഇവിടെ സ്വലാത്ത് എന്ന് പറയുന്നത്, ഈമാൻ എന്ന് പറഞ്ഞ്? അത് സ്വലാത്ത് എന്നുള്ളത് ഈമാനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയല്ലേ? അല്ല, നമ്മുടെ ലാഹിരിയായി നോക്കുമ്പോൾ നിസ്കാരക്കാരനാണോ ഈ ഈമാൻ ഉണ്ടാവരുതല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് സലാത്ത് എന്നതിന് ഈമാൻ എന്നിവിടെ വിശുദ്ധ ഖുർആനിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ബൽ അള്ളാഹ് പാഴാക്കി കളയില്ല, ബൽ മറിച്ച് യുസീബുക്കും, അള്ളാഹ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അലഹി, നിങ്ങൾ അന്ന് നിസ്കരിച്ച ആ നിസ്കാരത്തിന്റെ ഒക്കെ പ്രതിഫലം നൽകും. അന്ന സബബ നുസൂലിഹ, ഇത് ഇറങ്ങാനുള്ള, ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം എന്താണ്? അസുആലു, ഒരു ചോദ്യമായിരുന്നു. ഏത് ചോദ്യ? അമ്മൻ, ഒരുത്തരെ പറ്റിയുള്ള ചോദ്യം. മാത്ത, മരിച്ചു. കബലത്ത ഹവീൽ, ഈ കിബില മാറ്റത്തിന് മുമ്പ് മരിച്ചൊരുത്തരെ പറ്റി ജൂതന്മാരിൽ നിന്ന് ആരോ ഒരാൾ ചോദിച്ചു. അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് ചോദിച്ചപ്പോൾ എന്താണ്, നിങ്ങളെന്താ ഇങ്ങനെ കിബില മാറുന്നത്? അത് അപ്പോൾ നിങ്ങൾ ഇത്രയും നാളും വഴികേടിലല്ലായിരുന്നോ? അല്ലെങ്കിൽ ഇത്രയും കാലം വഴികേടിലായിരുന്നു, ഇപ്പോഴല്ല നിങ്ങൾ രക്ഷപ്പെട്ടത്? ഏതോ ഒരു സമയത്ത് നിങ്ങൾക്ക് വഴികേട് ഉണ്ടായിട്ടുണ്ടല്ലോ. പിന്നെ നിങ്ങൾ ഈ മുമ്പ് മരിച്ച ആളുകളൊക്കെ പിന്നെ എവിടെയാ വഴിപഴക്കൂലേ എന്താണെന്നൊക്കെ ചോദിച്ചൊരു ജൂതനാണ്. അപ്പോൾ ഇറങ്ങിയ ആയത്താണ്. ഇപ്പോൾ ഈ ജൂതൻ ഇറങ്ങിയ എന്താണ്, ഈ മരിച്ചവരുടെ ബന്ധുക്കൾ നിബിധങ്ങളോട് ഒന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ അവസ്ഥ എന്താണ്? അപ്പോൾ ഇറങ്ങിയ ആയത്താണ്. ഇന്നല്ലാഹു, നിശ്ചയം അല്ലാഹു തആല, ബിന്നാസി, ജനങ്ങളോട്, അൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോടല്ല, റഊഫുൻ, കൃപയുള്ളവനാണ്, റഹീമുൻ, കരുണയുള്ളവനാണ്, ഫി അദ്മി ഇളാഅത്തി അമാലിഹിം, അവരുടെ അമലുകളെ പാഴാക്കാതിരിക്കുന്ന വിഷയത്തിൽ. വരിഫത്തു, ഇവിടുത്തെ റിഫത്ത് അനുകമ്പ, കൃപ എന്ന് വെച്ചാൽ ഷിദ്ദത്തുർ റഹ്മത്ത്, വല്ലാത്ത കാരുണ്യമാണ്. അപ്പം കുദ്ദിമൽ അബലഗ, ഈ അബലഗീത്തുള്ള സംഗതി, അതായത് റഊഫാണല്ലോ കൂടുതൽ അബലഗീത്തുള്ള, വല്ലാത്ത കാരുണ്യം കാണിക്കുന്നതാണ് റഊഫ്. അപ്പം അബലഗീത്തുള്ളതിനെ മുന്തിച്ചു. എന്തിനു വേണ്ടി? അൽ ഫാസിലൊക്കാൻ വേണ്ടിയാണ്. ഫാസിൽ എന്ന് വെച്ചാൽ ആയത്തിന് ഇങ്ങനെ അവസാനം വെക്കാം. നേരത്തെ കഴിഞ്ഞ ആയത്ത് ഇലാ സിറാത്തിൻ മുസ്തഖീം, ഇവിടെ റഊഫുർ റഹീം. അപ്പം എന്താണ്, മീം, സാക്കിനായ മീം നമ്മൾ നിർത്താണെങ്കിൽ വഖഫ് ചെയ്യുമ്പോൾ സാക്കിനായ മീം, റഹീം, മുസ്തഖീം, ആ രീതിയിൽ ഫാസിലൊക്കാൻ വേണ്ടിയാണ് ഇവിടെ റഊഫിന് റഹീമിനെക്കാളും മുന്തിച്ചു കൊണ്ടുവന്നത്. തഹ്ഖീഖിന് വേണ്ടിയാണ്. സാധാരണ ഖദ് മുളാരിയായ ഫീൽഡിലൂടെ വരുമ്പോൾ എന്താണ്, അത് തഖ്ലീലിന്റെ അർത്ഥത്തിലാണ്. ഇതങ്ങനെയല്ല. ഖദ് നറാണെങ്കിൽ ഇവിടെ തഹ്ഖീഖ്, തീർച്ചയായിട്ടും നാം കാണുന്നു. തഖല്ലുബ, അതായത് തസറുഫ വജ്ഹിക, അങ്ങയുടെ മുഖം എന്തായി അങ്ങോട്ട് തിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഫി ജിഹത്തി സമായി, ആകാശത്തിന്റെ ഭാഗത്തിൽ. മുത്തത്വല്ലിഅൻ, അങ്ങ് തന്നെ തലയിടുന്നവരായ നിലക്ക്. ഇലൽ വഹി, വഹിയിലേക്ക് വഹി വരുന്നുണ്ടോ, വഹി എങ്ങാനും വരുന്നുണ്ടോ എന്ന് നോക്കുന്ന നിലക്ക്. വാ മുതശവ്വിഖൻ, ഇഷ്ക്, ഇങ്ങനെ താല്പര്യപ്പെടുന്നവരായ നിലക്ക്. എന്തിനെ? ലിൽ അംരി ബിസ്തിഖ്ബാലിൽ കഅബ, കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടുള്ള കൽപ്പനയെ താല്പര്യപ്പെടുന്നവരായ നിലക്ക് നാം അങ്ങയുടെ മുഖം ഇങ്ങനെ തിരിയുന്നത് നാം കാണാറുണ്ട്, തീർച്ചയായും കാണുന്നുണ്ട് നബിയെ. വകാന യൗമദാലിക, അന്നേ ദിവസമായിരുന്നു. വകാന യവദ്ദു ദാലിക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് ഇഷ്ടപ്പെടുമായിരുന്നു. ലി അന്നഹ, ഏത് കഅബനെ ഇഷ്ടപ്പെടുമായിരുന്നു? കാരണം അത് ഖിബിലത്തു ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഖിബിലയായിരുന്നു. വലി അന്നഹു, അത് ഈ കഅബാലയം എന്നുള്ള കഅബാലയത്തിലേക്കുള്ള ആ ഇസ്തിഖ്ബാല്, അതെന്താണ്, അത് കൂടുതൽ പ്രേരകമാവുന്നതാണ്. ഇലാ ഇസ്ലാമിൽ അറബി, അറബികൾ മുസ്ലിമീങ്ങളാവുന്നതിലേക്ക് കൂടുതൽ പ്രചോദനകരമാവുന്ന ഒരു സംഗതിയുമായിരുന്നു. അപ്പോൾ അതെല്ലാം കാരണം നിബിധങ്ങൾ അതാവാൻ വേണ്ടി ഇഷ്ടം വെച്ചു, അതാവാൻ വേണ്ടി താല്പര്യം വെച്ചു. ഫലനു വല്ലിയന്നക നഹൗലന്നക, തീർച്ചയായും നാം അങ്ങയെ മാറ്റും നബിയെ. ഖിബലതൻ, ഫലനു വല്ലിയന്നക ഖിബലതൻ, ഒരു കിബിലയിലേക്ക് അങ്ങയെ മാറ്റും. എങ്ങനെയുള്ള കിബില? തറല്ലാഹ തുഹിബ്ബുഹ, അങ്ങ് അതിനെ തൃപ്തിപ്പെടുന്നു, അങ്ങ് അതിനെ ഇഷ്ടപ്പെടുന്നു, അങ്ങനെയുള്ള കിബിലെ അങ്ങ്, ആ ഒരു കിബിലയുടെ അങ്ങയെ നാം തിരിക്കും നബിയെ. അപ്പോൾ നസുൽ ഖാഫിദ് മൻസൂബാക്കാം, അല്ലാതെ രണ്ടാം മഫ്ഊലാണ്, അങ്ങനെ പലതും പറയും. ഫവല്ലി വജ്ഹക, അതുകൊണ്ട് അങ്ങയുടെ മുഖത്തെ തിരിക്ക് നബി. ഇസ്തഖ്ബിൽ ഫി സ്വലാഹ്, നിസ്കാരത്തിൽ അങ്ങ് തിരിച്ചോ. ശതറ നഹ്വൽ മസ്ജിദുൽ ഹറാമി, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തിലേക്ക്. അയിൽ കഅബ, അതായത് കഅബ, അല്ലാതെ മസ്ജിദുൽ ഹറാമിന്റെ ഭാഗമാണ് നമ്മുടെ കിബില അല്ല. മസ്ജിദുൽ ഹറാം എന്ന് പറയുമ്പോൾ വലിയൊരു പള്ളിയാണ്. അപ്പോൾ ആ പള്ളിയുടെ ഏതെങ്കിലും അവിടെ അടുത്ത് പോയിട്ട് ആ പള്ളിയുടെ ഏതെങ്കിലും ഭാഗത്തേക്ക് തിരിഞ്ഞാൽ കിബിലോട്ട് ആകണം. നമുക്ക് കിബിലയുടെ നേരെ ഓപ്പോസിറ്റ് ദിശയൊക്കെ ആയിപ്പോവും. അപ്പോൾ എന്താ പറയുന്നത്, അങ്ങനെയല്ല. ഇവിടെ ഉദ്ദേശം എന്താണ്? കഅബയാണ്. മസ്ജിദുൽ ഹറാം കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? കഅബയാണ്. വഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും. ഖിതാബുല്ലിൽ ഉമ്മ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിനോടുള്ള അഭിസംബോധനയാണ്. എവിടെയായിരുന്നാലും ഫവല്ലു വുജൂഹക്കും, നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങളെ തിരിച്ചു. ഫി സ്വലാത്ത്, നിസ്കാരത്തിൽ. ശത്രഹു, അതിന്റെ ഭാഗത്തിലേക്ക്. വ ഇന്നല്ലദീന, നിശ്ചയം ഒരു കൂട്ടർ, ഊത്തുൽ കിതാബ്, കിതാബ് നൽകപ്പെട്ടവർ, ലാ യഅലമൂന, അവർക്ക് തീർച്ചയായും അറിയാം, അവർ തീർച്ചയായും മനസ്സിലാക്കുന്നുണ്ട്. അന്നഹു നിശ്ചയം, അത് അതായത്
ഈ തവല്ലി ഇലൽ കാബ, കാബയിലേക്കുള്ള തിരിയൽ അൽഹഖു അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്, അസാബിത്ത് ഉറച്ചതാണ്, സ്ഥിരപ്പെട്ടതാണ്, മിൻ റബ്ബിഹിം അവരുടെ റബ്ബിങ്കിൽ നിന്നും സ്ഥിരപ്പെട്ടതാണെന്ന്. സംഗതിയൊക്കെ ഈ കിതാബ് നൽകപ്പെട്ട ജൂതന്മാരാണെന്നാണ് പറയുന്നത്. ക്രിസ്ത്യാനികളും ഉണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. എന്തായാലും കിതാബ് നൽകപ്പെട്ടവർക്കൊക്കെ അറിയാം ഇത് സത്യമാണ് എന്ന്. അതിന്റെ കാരണം ലിമാഫി കുത്തുബി അവരുടെ കിതാബിലുള്ളത് കാരണം മിൻഅത്തി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മിൻഅത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണത്തിന് അതിലുണ്ട് ഒരു സംഗതി. അത് കാരണത്തെ എന്താണത്? മിൻ അന്നഹു യതഹവ്വലു ഇലൈഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു. അപ്പൊ കഅബയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന ഒരു പ്രവാചകന് പിന്നീട് വരുമെന്ന് തൗറാത്തിൽ ഇഞ്ചിലൊക്കെ ഉണ്ട്. അമല്ലാഹു അല്ലാഹ് അല്ല. അപ്പൊ അവർക്ക് മനസ്സിലാവുമല്ലോ, അവര് പിന്നെ ഇങ്ങനെ അറിയാത്ത പോലെ നിൽക്കുന്നതാണ്, അവർ അംഗീകരിക്കാത്തതാണ്. അമല്ലാഹു ബി ഗാഫിലിൻ, അല്ലാഹ് അശ്രദ്ധവാനല്ല, അമ്മാ യഅമലൂൻ അവർ ചെയ്യുന്നതിനെ പറ്റി. താവ് കൊണ്ടുണ്ട് അയ്യുഹൽ മുഅ്മിനൂൻ, താവ് കൊണ്ടാവുമ്പോൾ അല്ലയോ മുഅ്മിനീങ്ങളെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹ് അശ്രദ്ധവാനല്ല. മിൻ ഇംതിസാലി അംരിഹി, നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകളൊക്കെ ഇംതിസാൽ ചെയ്യുന്നുണ്ടല്ലോ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുവർത്തിക്കുന്നുണ്ട്, ആ സംഗതി ഒക്കെ അള്ളാഹ് അറിയുന്നുണ്ട്, അള്ളാഹ് അശ്രദ്ധവാനൊന്നുമല്ല. അപ്പൊ ഈ യാവ് കൊണ്ടും കിറാത്തുണ്ട്. അപ്പൊ യാവ് കൊണ്ടാകുമ്പോൾ അയ്യുഹൽ യഹൂദ്, ഓ ജൂതന്മാരെ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അള്ളാഹ് അശ്രദ്ധവാനൊന്നുമല്ല കേട്ടോ. അതെന്താ നിങ്ങളുടെ പ്രവർത്തനം എന്തിനാ? മിൻ ഇൻകാരി അംറിൽ കിബില, ഈ കിബിലയുടെ കൽപ്പന, കിബില കൊണ്ടുള്ള കൽപ്പന ഉണ്ടല്ലോ, ആ കൽപ്പന നിങ്ങൾ നിരാകരിക്കുന്നുണ്ട്, വിഷയത്തിൽ നിരാകരിക്കുന്നതിന് വല ഇൻ. ഇവിടെ ഈ ലാമില്ലേ, ലാമിന്റെ കൂടെ ഇന്ന് വരികയാണെങ്കിൽ അത് ഖസമിന്റെ ലാമാണെന്ന് മനസ്സിലാക്കാം കേട്ടോ. വല ഇൻ ലാമുൽ ഖസമി, ഖസമിന്റെ ലാമാണ്. സത്യമായിട്ടും അത്തയിത്ത അങ്ങെങ്ങാനും ചെന്നാൽ, അല്ലദീന ഒരു കൂട്ടരുടെ ഊത്തുൽ കിതാബ് നൽകപ്പെട്ടവരുടെ കൂട്ടരുടെ അടുക്കൽ ചെന്നാൽ, ബികുല്ലി ആയത്ത് സർവ്വ ആയത്ത് എന്തെല്ലാം ദൃഷ്ടാന്തങ്ങളും നിങ്ങൾ അവരുടെ അടുക്കൽ കൊണ്ടു ചെന്നാൽ, കൊണ്ടുപോയാൽ അവരുടെ അടുക്കൽ ഈ ദൃഷ്ടാന്തങ്ങളായിട്ട് നിങ്ങൾ ചെന്നാൽ, അല്ല സിദ്ദിഖ് അങ്ങയെ വാസ്തവമാക്കുന്നതിന്റെ മേൽ ഉള്ള ദൃഷ്ടാന്തങ്ങൾ ഫി അംറിൽ കിബില, ഏത് വിഷയത്തിൽ? കിബിലയുടെ കൽപ്പന, കിബില മാറ്റത്തിന്റെ ആ കൽപ്പനയുടെ വിഷയത്തിൽ അങ്ങനെ എന്തെല്ലാം കൊണ്ടതാലും ആ തബിഉ അവർ പിൻപറ്റുകയില്ല. ഐ ലാ യതബിഊന ഖിബലതക, അങ്ങയുടെ കിബിലെ അവർ പിൻപറ്റുകയില്ല നബിയെ. ഇനാദ, എന്ത് കാരണത്താൽ? വാശി കാരണത്താൽ. എന്താണ് ഇനാദ? അത് കാരണത്താൽ, നിഷേധം കാരണത്താൽ. വമാ അൻത ബിതാബിഇൻ, അങ്ങ് അല്ല നബിയെ, അങ്ങ് പിൻപറ്റുന്നവരല്ല നബിയെ, കിബിലത അവരുടെ കിബിലെ, അങ്ങ് അവരുടെ കിബിലെയും പിൻപറ്റില്ല, അവർ അങ്ങയുടെ കിബിലെയും പിൻപറ്റില്ല നബിയെ. അപ്പോ അതെന്താണ്? ഖുതിഅ ലി, അല്ലെങ്കിൽ ഖത്ഉൻ എന്ന് പറഞ്ഞ ഖത്ഉൻ ലി തമഇഹി ഖത്ഉൻ, ഇത് മുറിക്കലാണ്. ഇപ്പൊ ഈ പറഞ്ഞ ആയത്തുണ്ടല്ലോ, ഇങ്ങനെ മാതബിയു ഖിബലതക വമാ അൻത ബിതാബിഇൻ ഖിബലതഹും, രണ്ടെണ്ണം പറഞ്ഞു. അങ്ങയുടെ കിബിലിനെ അവരും പിൻപറ്റില്ല, അവരുടെ കിബിലിനെ അങ്ങും പിൻപറ്റൂല. അപ്പോ ഇത് ഖത്ഉൻ മുറിക്കലാണ്, ലി തമഇഹി നബിതങ്ങളുടെ ആഗ്രഹത്തെ, ഫി ഇസ്ലാമിഹിം അവർ മുസ്ലിമീങ്ങളാവുക എന്ന നബിതങ്ങളുടെ ആഗ്രഹമില്ലേ, അതിനൊരു മുറിക്കലാണിത്. അതായത് അവർ മുസ്ലിം ഒന്നാവൽ നബി, ആ പ്രതീക്ഷയെ മുറിച്ചു കളഞ്ഞു. പിന്നെ രണ്ടാമത്തേത് വമാന്ത ബിതാബിയും കിബലതഹും എന്ന് പറഞ്ഞാൽ എന്ത്? അതെന്തിനുള്ള കത്താണ്? ത്വമഇഹിം അവര് പ്രതീക്ഷിക്കുക, അവരാഗ്രഹിക്കുക, ഫി അദുഹി ഇലൈഹ, ഫി ഔദിഹി ഇലൈഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് തിരിയുന്നു. ഏതിലേക്ക്? ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയും എന്ന് അവര് തിരിയണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹത്തെ മുറിച്ചു കളയുന്നതാണ്. അവരിങ്ങോട്ടും തിരിയൂല, നബി തങ്ങൾ അങ്ങോട്ടും തിരിയൂല, അവരുടെ ഭാഗത്തും തിരിയൂല. അപ്പൊ രണ്ടും മുറിച്ചു കളഞ്ഞു, രണ്ടാഗ്രഹം. ഒമാ ബഅ്ദുഹും ബിതാബിഇൻ ഖിബലത ബഅദ്, മാത്രമല്ല ഒമാ ബഅ്ദുഹും അവരിൽ ചിലരല്ല ബിതാബിഇൻ പിൻപറ്റുന്നവരല്ല ഖിബലത ബഅദ്, അവരിലുള്ള മറ്റു ചിലരുടെ ഖിബലനെ അവരിലുള്ള ഒരു ചിലർ എന്താവൂല, പിൻപറ്റൂല. എന്ന് വെച്ചാൽ അതിൽ യഹൂദ് ഖിബലത്ത് നസാറ, ജൂതന്മാരും ക്രിസ്ത്യാനികളാണല്ലോ ഊത്തുൽ കിതാബിലുള്ളത്. അപ്പൊ ജൂതന്മാര് ക്രിസ്ത്യാനികളുടെ ഖിബലനെ പിൻപറ്റൂല, അബിലക്സ് നേരെ തിരിച്ച് ക്രിസ്ത്യാനികൾ ജൂതന്മാരുടെ കിബിലേനും പിൻപറ്റൂല. ഏതാ ക്രിസ്ത്യാനികളുടെ കിബില സൂര്യ ഉദിക്കുന്ന ഭാഗമാണ്. ക്രിസ്ത്യാനികളുടെ കിബില സൂര്യ ഉദിക്കുന്ന ഭാഗമാണ്. വലയിനിത്തബാഹുവാഹും സത്യമായിട്ടും അങ്ങങ്ങാനും അവരുടെ താല്പര്യങ്ങളെ പിൻപറ്റിയാൽ, അല്ലത്തി എങ്ങനെയുള്ള താല്പര്യം? എതിഴൂനക്ക അവർ അങ്ങേ ക്ഷണിക്കുന്നു ഇല്ലേ ആ താല്പര്യങ്ങളിലേക്ക്, അതിനെ പിൻപറ്റിയാൽ അങ്ങേക്ക് വന്നതിന് ശേഷവും, മിനൽ ഇൽമിനാലുള്ള ഒന്ന് അങ്ങേക്ക് വന്നതിന് ശേഷവും, അതെന്താണ്? അൽ വഹി വന്നിട്ടും അങ്ങങ്ങാനും അവരെ പിൻപറ്റിയാൽ, ഇന്നക ഇതൻ ഇതെന്ന് വെച്ചാൽ അപ്പോൾ തീർച്ചയായും അങ്ങ് ഇനിത്തബാതഹും അവരെ അങ്ങ് പിൻപറ്റിയാൽ, ഫർദൻ സാങ്കല്പികമായിട്ട് അങ്ങ് പിൻപറ്റിന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ പിൻപറ്റിയാൽ അല്ലമിന വാലിമീൻ, തീർച്ചയായും അപ്പോഴേക്ക് അങ്ങ് വാലിമീങ്ങളിൽപ്പെട്ടവരായിരിക്കും നബിയെ. അപ്പൊ ഇത് ഫറദാണ്, അല്ലാതെ വേറൊരു അഭിപ്രായമുണ്ട്, ഇത് നബിതങ്ങളുടെ സമൂഹത്തിനോടുള്ളതാണ്. പിന്നെ നബിതങ്ങൾ ഇവിടെ മുഖാത്തബായിട്ട് വെച്ചിട്ടുള്ളൂ, രണ്ട് അഭിപ്രായമുണ്ട്.